ഈ ലോകത്തൊരു മനുഷ്യന്റെ ലക്ഷ്യവും അവന്റെ തേട്ടവും സ്വാലിഹായി ജീവിച്ച് സ്വാലിഹായി മരിക്കുക എന്നുള്ള അതിന് ഉതകുന്ന സുഹൃതങ്ങളാണ് തറാവീന് ശേഷം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് പാതിരാ നിസ്കാരം എന്നത്. അത് ഈ റമളാനിൽ ആരംഭിക്കാൻ നിഷ്പ്രയാസം കഴിയും. കാരണം രാത്രി എണീക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ തറാവിന് പങ്കെടുക്കുന്ന ഞാനടക്കമുള്ള മുഴുവൻ മോമിനികളും ഈ റമളാൻ മാസത്തിൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഒരു തീരുമാനമെടുത്താൽ നമുക്ക് ഹിസാബില്ലാതെ പോലും സ്വർഗത്ത് കടക്കാൻ കഴിയും. ഹിസാബ് പല നിലയിലുണ്ട്. ഹിസാബൊന്ന് കടുപ്പിച്ചാൽ മുഴുവൻ ആളുകളും നരകത്തിലായിരിക്കുന്നത്. പിന്നെ ഹിസാബ് ലഘൂകരിക്കുന്ന പരിപാടിയുണ്ട്. ഹിസാബിൽ നിന്നും മാറ്റിവെച്ച് സ്വർഗത്തേക്ക് പോകാൻ പറയുന്ന ആളുകളുണ്ട്. നാളെ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് ഒരു വലിയ വിഭാഗം ആളുകള് ഒന്നായിട്ട് വരുന്നതാണ്. അപ്പൊ പാറാവുകാരവിടെ ഉണ്ടല്ലോ, പാറാവുകാര് തടഞ്ഞു നിർത്തും. നിങ്ങൾ എടുക്കാൻ പോണെന്ന് സ്വർഗത്തേക്ക്. നിങ്ങൾ ഹിസാബ് കഴിഞ്ഞോ? എന്ത് ഹിസാബ്? അത് കാണണ്ടായിട്ടില്ല. ഹിസാബ് കഴിഞ്ഞിട്ടില്ലേ? നാണ്ട് മാറിക്കുന്നേ. സ്വർഗത്തേക്ക് കയറാൻ നേരത്തെ മലക്കുകൾ തടഞ്ഞിട്ടാണ്ട് മാറ്റി വെക്കുകയാണ്. ആ മലക്കുകൾ തന്നെ ചോദിക്കും, അല്ല നിങ്ങളെ ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാരാ? എന്നാ പോയിക്കോളി. ഇങ്ങനെ രംഗം നാളെ വരാനുണ്ട്. അത് ആരാന്നറിയോ? രാത്രി നാട്ടുകാർ ഉറങ്ങുന്ന സമയത്ത് എണീറ്റിട്ട് ഒളു കൊടുത്തിട്ട് നിസ്കരിക്കുന്ന ആൾക്കാരാ. നാളെ മഹ്ശറിൽ ഒരു അനൗൺസ് വരാനുണ്ട്. അനൗൺസ് ഇങ്ങനെയാണ്: രാത്രി എണീറ്റിട്ട് അള്ളാഹ്ക്ക് വേണ്ടി തഹജ്ജുദ് നിസ്കരിച്ച ആളുകളൊക്കെ ഒന്നുകൊണ്ട് വരട്ടെ എന്ന് ഒരു അനൗൺസ് വരും. എന്നിട്ട് ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാൻ ഈ ഒരു അനൗൺസ് മുഴങ്ങേണ്ട താമസം അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് ആളുകളുണ്ട് കൂടാണ്ട് പ്രകാശമായ മുഖത്തോടു കൂടി. വഹും ഖലീൽ മുഹമ്മദ് മുസ്തഫ. വളരെ വിരളായിരിക്കും. ഒരു കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ. ഉറപ്പന്നല്ലേ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാർ കുറച്ചല്ലേ ഉള്ളൂ. അവർ കുറച്ചാളെ ഉണ്ടാവുള്ളൂ. അവരിങ്ങോട്ട് വരും. അവർക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പാറിപ്പറക്കാമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റമളാൻ കഴിഞ്ഞാൽ തീരുമാനം എടുക്കാനും പണി തുടങ്ങാനും നിലനിർത്താനും പണിയായിരിക്കും. കാരണം മറ്റൊന്നും തീരെ സമ്മതിക്കൂല. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് അള്ളാഹിനോട് ദ്വാരുന്നാൽ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും അത്താഴത്തിന് നീക്കല്ലേ, ചുരുങ്ങിയത് 2 റക്അത്ത്, കൂടിയാൽ ഇത്ര എന്നുള്ള കണക്കൊന്നുമില്ല. അബൂ ഹനീഫ റളിയല്ലാഹു വഫാത്തതിന്റെ പിറ്റേന്ന് അവരെ വീടിന്റെ അടുത്തൊരു ജൂതന്റെ വീടാണ്. അപ്പൊ ഈ കുട്ടി ഇടക്കിടക്ക് മൂത്രമായി കാണിക്കും. ചെറിയ പയ്യണ്ടായി. അപ്പോ വഫാത്തായതിന് പിറ്റേന്ന് ഈ പയ്യന് രാത്രി മൂത്രയിക്കാൻ മുട്ടിയിട്ട് എണീച്ച സമയത്ത് അച്ഛനാണ് കൊടുന്ന് മൂത്രയിപ്പിക്കല്. അപ്പൊ കാൽമ ഇങ്ങനെ മൂത്രയിപ്പിക്കുമ്പോ പേടിക്കിങ്ങനെ നിന്നെടുത്തിട്ട് മൂത്രയിക്കുമ്പോ ഈ കുട്ടി ഇങ്ങനെ അങ്ങോട്ട് അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ വീട്ട് മുറ്റത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ആ കൊലായിക്ക് നോക്കിയിട്ട് കുട്ടി പറഞ്ഞു, അച്ഛോ നമ്മളെ മാപ്പിളന്റെ വീട്ടിലുണ്ടായിരുന്ന ആ വെള്ള തൂണ് എവിടെ പോയി എന്ന് വെച്ചു. മാപ്പിളന്റെ വീട്ടിലുള്ള വെള്ള തൂണോ? അവിടെ അവരെ കൊലായ്മലൊരു വെള്ള തൂണുണ്ടായിരുന്നല്ലോ, അപ്പൊ ഒന്നും അവിടെ കാണാനില്ല. ഈ കുട്ടി തൂണാന്ന് മനസ്സിലാക്കണം. എന്താ അറിയോ? അബൂ ഹനീഫ റളിയല്ലാഹു രാത്രി എണീറ്റ് ശുഭവസ്ത്രധാരിയായി നിസ്കരിക്കണ ഖിയാമിലെ രംഗാണ് ഈ കുട്ടി കണ്ടത്. അപ്പൊ ഇതെന്നും കാണുമ്പോ ഇളകാതെ നിൽക്കല്ലേ. നമ്മളാരും അവരെ നിസ്കാരം തന്നെ ഒന്നിങ്ങോട്ട് തട്ടുക, ബാക്ക് കൂടി ചൊറിയ, ഇനി കൈയിടാൻ ബാക്കിയുള്ള ഒരു ഹോൾസ് ഉണ്ടാവില്ല, അല്ല കൂടിയും കയറ്റില്ല പണി. അങ്ങനെയല്ലല്ലോ മഹാന്മാരെ നിസ്കാരം. അവരനങ്ങാതെ നിസ്കരിക്കുക. അപ്പൊ ഈ കുട്ടി കരുതിയിട്ട് ചലിക്കാതെ വെള്ളമായിട്ട് ഇങ്ങനെ നിൽക്കണപ്പോ തൂണാണ്. വഫാത്തിന് ശേഷം ആ തൂണ് പോലെ ഈ കുട്ടി മനസ്സിലാക്കിയ മഹാനവറുകൾ നിസ്കാരത്തിൽ ഖിയാമിൽ നിൽക്കുന്നത് കാണാതായപ്പോൾ അന്വേഷിച്ചു ജൂതന്റെ കുട്ടിയെങ്കിൽ. ഇത് തുടങ്ങാൻ കാരണം ചില പണ്ഡിതന്മാര് പറയണേ, അവരൊരിക്കലും ഇങ്ങനെ വരുമ്പോ ഒരാൾ പറഞ്ഞു, രാത്രി മുഴുവനും നിന്നെ നിസ്കരിക്കുന്ന മഹാനായ ഉസ്താദാണല്ലോ വരണേന്ന് പറഞ്ഞു. അത് ചവിട്ടിൽ സ്വകാര്യമായിട്ട് കേട്ടു. അപ്പൊ വീട്ടിൽ പോയി കരഞ്ഞു, ഞാൻ തഹജ്ജുദൊക്കെ കുറച്ചല്ല നിസ്കരിക്കുള്ളൂ ഉറപ്പേ, പക്ഷെ എന്നെ കുറിച്ച് ജനങ്ങൾ വിലയിരുത്തി എങ്ങനെയാണല്ലോ പാതിരാ മുഴുവൻ നിസ്കരിക്കുന്ന ആളെന്ന്. അതുകൊണ്ട് ഇന്ന് മുതൽ പാതിരാവിൽ കുറച്ചിറങ്ങിയിട്ട് ബാക്കി മുഴുവൻ നിസ്കാരം തന്നെ എന്ന് അവർ തീരുമാനിച്ചിട്ട് മുന്നേ വഫാത്ത് വരെ അങ്ങനെ ആയിരുന്നു. അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ, എന്നിട്ട് പോലും അവര് രാത്രി നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ഈ റമളാനിൽ തീരുമാനം വളരെ പെട്ടെന്ന് സാധിക്കും എന്ന് മാത്രല്ല, നിങ്ങളൊന്ന് നിസ്കരിച്ചൊന്ന് പരിശോധിച്ച് നോക്കാണ്. എല്ലാ പ്രയാസം കൊണ്ട് പോയി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കൊല്ലങ്ങളോളം, പതിറ്റാണ്ടുകളോളം തന്നെ പറയാം, നഖശിഖാന്തമായി നഖവും പല്ലും പേനയും ഉപയോഗപ്പെടുത്തിയിട്ട് രൂക്ഷ വിമർശനം നടത്തിയിരുന്ന ആളാണ് അയ്യൂബ് മൗലവി.
ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് ഗണ്ണിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനൊക്കെ മറുപടി കൊടുക്കാനുള്ള അവസരം പോലും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് അയാൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്. ഇന്ന് അയാൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്. അദ്ദേഹം പറയാണ്, ഞാൻ യുക്തിവാദിയായിരുന്ന സമയത്ത്, പ്രഭാഷകനായി ജ്വലിച്ചിരുന്ന സമയത്ത്, എന്നെ യുക്തിവാദികൾ കൊണ്ടുനടന്നിരുന്ന കാലത്ത് പ്രസംഗിക്കും ഇങ്ങനെ തിരിച്ചു വരുന്നല്ലാതെ മനസ്സിനൊരു സമാധാനം കിട്ടിയിരുന്നില്ല. ഇപ്പൊ രാത്രി എണീറ്റിട്ട് ഇങ്ങനെ നിസ്കരിക്കും, മനസ്സിന് വല്ലാത്തൊരു സമാധാനം. എന്റെ പരാതിയും വേവലാതിയും ആവലാതിയും ദുഃഖമൊക്കെ അറിയാനും കേൾക്കാനും ഇടപെടാനും സർവശക്തനായ ഒരു അള്ളാഹു ഉണ്ടല്ലോ എന്നുള്ള ആ ബോധം ഉണ്ടല്ലോ, ആ ബോധത്തിനേക്കാൾ വലിയ സമാധാനം ഇനി വേറൊന്നുമില്ല. അത് രാത്രിയിൽ പടച്ചവന്റെ മുമ്പിൽ ഒരു മഹാനായ സൂഫി രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എണീറ്റതാണ്. ഖിയാമിലേക്ക് ഇങ്ങനെ തക്ബീർ കെട്ടാൻ സമയത്ത് വീടിന്റെ തൊട്ടടുത്തുള്ള മരപ്പത്തുനിന്ന് കിളിയുടെ കളകൂജനം കേട്ടു. കിളികള് രാത്രി ഇതൊന്നും നിങ്ങൾ കേൾക്കലില്ലേ? കിളികളല്ല, കൂട്ടുന്ന് കോഴി എണീച്ചിട്ടുണ്ടാവും. ബുദ്ധിയും വിവേകം തന്റെ ഇടമുള്ള നമ്മൾ എണീച്ചിട്ടുണ്ടാവില്ല. കോഴിക്കൂട്ടുന്ന് കോഴി വാങ്ങ് കൊടുക്കാൻ തുടങ്ങും. കേട്ടില്ലേ നിങ്ങൾ? കോയിന്റെ വാങ്ക് കേട്ടില്ലേ? ചെറുതാക്കണ്ട. അപ്പൊ ദ്വാരുന്നോളി, ഇതാ സമയത്തും സിയാഹദ്ദീക്ക് ഫസ്അലുല്ലാഹി മിൻ ഫദ്ലി മുഹമ്മദ് മുസ്തഫ. കോയിന്റെ കരച്ചിൽ കേട്ട ദ്വാരുന്നോളി എന്ന് പഠിപ്പിച്ച ആളാണ് അള്ളാഹിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ലിഅന്നഹാ റഅത്ത് മലക്കൻ, മലക്കിനെ കണ്ടിട്ടാണ് കരയണെന്നാണ്. നായ്ക്കള് കുരക്കണത് ശൈത്താനെ കണ്ടിട്ടാണ്. അതുകൊണ്ടല്ലേ വാങ്കാണ്ട് കേൾക്കുമ്പോ പള്ളിക്കാട്ട് നിങ്ങൾ കണ്ടില്ലേ, അങ്ങനെ വാങ്കേട്ട ശൈത്താന ഏരിയെന്ന് ഓടിപ്പോകുന്ന ഹദീസിലുണ്ട്. അപ്പൊ ഓടിപ്പോണത് കാണുന്നുണ്ട്. ഓടിപ്പോണത് കണ്ടിട്ടാണ് ആ കുരക്കണത്. അല്ല വാങ്ങിന്റെ വെച്ച എന്നാ പ്രസംഗിക്കുമ്പോ കുരക്കണ്ടേ? അവൻ ശബ്ദം തന്നെയല്ലേ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഏരിയെന്ന് പിശാചൊക്കെ ഓടുന്നതാണ്. അപ്പൊ ഇത് ഇവരിങ്ങനെ കാണുകയാണ്. വാങ്ക് എല്ലാത്തിനും മരുന്നാണല്ലോ, എല്ലാത്തിനും. അപസ്മാര രോഗിയുടെ മുമ്പിൽ അവനിങ്ങനെ ഇളകുന്ന സമയത്ത് വാങ്കാണ് ആദ്യം കൊടുക്കേണ്ടത്. എന്നാ കുറച്ച് ആശ്വാസം ഉണ്ടാവും. അപസ്മാരത്തിന്റെ രോഗമുള്ള ആളുകൾ ഉണ്ടാവില്ല, അവരറിയാതെ വീഴും, കിടന്ന് പെടയൊക്കെ ചെയ്യും, നെഞ്ഞത്ത് കിട്ട് അടിക്കും, കാലും കൈയിട്ട് മുറുകെ പിടിക്കും. അപ്പൊ ഒരു വാങ്ങ് കൊടുത്താൽ മതി. കാരണം അത് ശൈത്താന്റെ പണിയാണ്. ഒരു സ്ഥലത്ത് തീ ആക്സിഡന്റ് എന്നിട്ടാ തീയാണ്ട് ആളി കത്തി കടയും വീടൊക്കെ കത്തി പോവാണെങ്കിൽ അവിടെ ആദ്യം ചെയ്യേണ്ടത് തൊഫീൽ ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞിട്ടുണ്ട്, വാങ്ങൊടുക്കലാണെന്ന്. കാരണം തീ എന്നുള്ളത് ശൈത്താന്റെ തറവാടാണ്. അപ്പൊ ഒരു അപകടം നടക്കുന്ന സമയത്ത് അവനോടൊരു കളി കളിക്കും. അപ്പൊ അപകടം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫയർഫോഴ്സിനെ വിളിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വാങ്കാണ്ട് കൊടുക്കുക. ചിലപ്പോ അവിടെ നിന്നിങ്ങനെ വാങ്ങെടുക്കുമ്പോ ആൾക്കാർ വരും പിരാന്തനാന്നറിയും. അതൊരു 1-2 ദിവസം ഉണ്ടാവുള്ളൂ, സാറില്ല. നമ്മൾ ശൈത്താനായിട്ടാണ്. കാരണം ശൈത്താന്റെ തറവാടാണ് ആ പൊന്തിക്കുന്നത്. ആ അമർത്താൻ ഇവനക്ക് നേരെ ഇഞ്ചക്ഷൻ കൊടുക്കാൻ വഴിയുള്ളൂ. അപ്പൊ അതാണ് കെട്ടുപോയിക്കോളും. എന്നിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചാൽ പെട്ടെന്ന് കെടാൻ സാധ്യതയുണ്ട്. അപ്പോ എന്തിനാ പറഞ്ഞേ? ഗേറ്റ് അടവോ? ശൈത്താൻ എന്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് കേറിയത്? കോയിന്റെ അവിടെ നിങ്ങൾ വിടല്, പോയിന്റ് വിടല്. ആ കോയിന്റെ വാങ്ക്. ഞാനത് ഏതൊരു പ്രസംഗത്തിലേ ഈ കോയിന്റെ രാത്രി ദിക്റിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ആ ഒരു തമാശ കലർന്നിട്ട് ഫലിതത്തിൽ എന്ന് പറഞ്ഞു, കോഴി രാത്രി വാങ്ങ് കൊടുക്കാണ്. അത് പള്ളിയിലെ മുഅദ്ദിന്റെ അടുത്ത് ഇമാമിന്റെ അടുത്ത് ടൈം തെറ്റിയാലും കോഴിന്റെ അടുത്ത് ടൈം തെറ്റൂല, ആ സമയത്തിനേ വാങ്ങ് കൊടുക്കുള്ളൂ എന്നാണ്. അപ്പൊ അത് കേട്ട ഒരാള് എന്നോട് പറഞ്ഞു, നിങ്ങൾ പ്രസംഗിച്ച ഫുള്ള് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒക്കെ ശരിയാണ്, പക്ഷെ ആ കോയിന്റെ വാങ്ങ് ശരിയായില്ല. ചില ആളുകൾ തുറന്നു പറയണവരുണ്ടാവുമല്ലോ. അപ്പൊ ആ കൂട്ടത്തിൽ കുറച്ച് തന്റെ ഇടമുള്ള ഒരു തമാശക്കാരൻ പറഞ്ഞാണ്, ആ കോയിന്റെ വാങ്ങ് ശരിയല്ല. എന്താ വെച്ച് എന്റെ പറയത്തെ കോഴി 2:30ക്കാണ് പിന്നെ വാങ്ങ് കൊടുക്ക കാര്യല്. ആ 2:30 കൊക്കോ എന്ന് പറയുന്ന കോഴിക്ക് എന്ത് സുബിയാ? 2:30 സുബി ഉണ്ടോ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ ഓന്റെ വീട്ടിലെ കോഴി ത്വരീക്കത്ത് കയറിയ കോഴിയാണ്. അപ്പൊ അതിന് നേരം സമയമൊന്നുമില്ല, അതിന് ജസ്ബ ഇളകിയതാണ്. അല്ല, നമ്മൾ പരിശോധിച്ചപ്പോ മനസ്സിലായത് അങ്ങനെയാണ്. അതിപ്പോ ഏതെങ്കിലും ഒരു കോഴി ഇപ്പൊ 2:30 കൊടുത്തു എന്നുള്ളത് തത്വത്തിനെതിരല്ലല്ലോ, ആണോ? അതിപ്പോ ഏതിലും അപവാദല്ലേ? അപവാദം അപരാധമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എന്നിട്ട് അവനോട് പറഞ്ഞെടുത്ത്, ഇവിടെ ചങ്ങായി എന്റെ വീട്ടിലെ കോഴി വാങ്ക് 2 ഉണ്ട്. പൊന്നാനി പള്ളിയിൽ പോയാൽ മനസ്സിലാവും. ഞാൻ പൊന്നാനി പള്ളിയിൽ ഓതന കാലത്ത് ആ ഏരിയയിൽ എവിടെ ഇന്ന് എനിക്ക് 18-19 വയസ്സാണ്. പാല് കഴിഞ്ഞ് അപ്പൊ ടൂലർമല പോയിക്കണ്. ഒരു കുട്ടീനെ കൊണ്ടായതാണ്. അന്നിപ്പോ ഇങ്ങനെ വണ്ടിയും സൗകര്യം എന്നുള്ള കാലല്ലല്ലോ. അപ്പൊ തിരിച്ച് ഞങ്ങൾ വരുമ്പോ ഉറക്കിന്റെ വല്ലാത്ത ക്ഷീണം വന്നപ്പോ പൊന്നാനി പള്ളിയിൽ കയറി. അവിടെ ഒന്ന് തുറന്നിട്ടിരുന്നു. ഒന്നുകൊണ്ട് ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്ക് കണ്ടിരുന്നു ഭയങ്കര വാങ്ക്. ഞങ്ങൾ 2 കൂടെ നീച്ച് സുബി ഇമാമും ജമാഅത്തും ഒക്കെ സ്കെച്ച് ഇങ്ങനെ ഒരു പുതിയങ്ങാട് കഴിഞ്ഞപ്പോ അവിടുന്ന് വേറെയും വാങ്ക് നോക്കുമ്പോ എന്നാ അത് തഹജ്ജുദിന്റെ വാങ്കാണ്. ഇവന്റെ കൂട്ടിലെ പോയും ജദ്ബളകിയിട്ട് തഹജ്ജുദിനൊക്കെ വാങ്ങ് കൊടുക്കുന്ന അവസ്ഥയ്ക്ക് എത്തിക്കണം. അതിൽ ഇവനക്ക് മനസ്സിലായില്ല ഞാൻ തട്ടണ്. കോഴി വാങ്ക് തന്നെയാണ്, അതായത് തെറ്റൂല, ദിക്ർ തന്നെയാണ്. ഇത് ഹദീസ് കണ്ടില്ല നിങ്ങള്? ഇതാ സമയത്തും സിയാഹദ്ദീക്ക് ഫസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി.
കോഴിന്റെ കരച്ചിൽ കേട്ടാൽ ഫസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, അള്ളാന്റെ ഔദാര്യത്തിനെ ചോദിച്ചു വാങ്ങണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാന്റെ ഔദാര്യം എങ്ങനെ ചോദിക്കാം? അവിടെ മലക്കുണ്ട്, മലക്ക് സ്വാലിഹാണ്. ഒരു സ്വാലിഹിന്റെ മുമ്പ് ദ്വാരുന്ന ഉത്തരം റെഡിയാണ്. അതാണ് അതിന്റെ ആ തത്വം. അതാണ് മലക്ക് തെറ്റി ലായസൂനല്ലേ, തെറ്റിയാത്ത സ്വാലിഹാൻ. അപ്പോ ഒരു മഹാനായ അള്ളാഹുവിന്റെ അടിമന്റെ മുമ്പിൽ ദ്വാ ചെയ്താൽ ഉത്തരം റെഡിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞവൻ, നമ്മള് ഇബ്ലീസിനെ ആട്ടാനും പറിച്ചു മാറ്റാനും ഏറ്റവും നല്ല അവന്റെ പോയസത്തിനുള്ള മറുമരുന്നാണ് പാതിരാ സുജൂദ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റാബിയത്തുൽ അദവിയ്യ രാത്രി റമളാനിലല്ല, റമളാനേതര മാസങ്ങളിൽ തന്നെയും രാത്രി എണീറ്റിട്ട് ഒറ്റ നിപ്പില് 100 റക്അത്ത് ദിനംപ്രതി സുന്നത്ത് തഹജ്ജുദ് നിസ്കരിച്ചെന്ന് മതിയാണ്. 100 റക്അത്ത്. നമ്മളിപ്പോ 20 ആകുമ്പോഴത്ത് ഊരമ്മക്ക് നീരിറങ്ങി, കണ്ണുക്ക് ചോറിറങ്ങി, എന്തൊക്കെയാ ഹാലില്, അങ്ങോട്ട് കുടഞ്ഞ് ഇങ്ങോട്ട് കുടഞ്ഞ്. ഇവിടെ പിന്നെ ഇടക്ക് തീറ്റൊന്നും കാണില്ല. ചില സ്ഥലത്ത് ഇടക്കിടക്ക് ഇങ്ങനെ അലുവ തേങ്ങ അവലൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ട് ഈ 2 റക്അത്ത് ഇടുമ്പോ ഈ മിച്ചറൊക്കെ തൊള്ളയിലുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മിച്ചർ പാക്കറ്റ് എടുത്തിട്ടാ വരിക. എന്നിട്ട് 4 റക്അത്ത് ഇടും പോലെ ചൊല്ലല്ല, ഇത് തൊള്ളയിലിട്ട് ഇങ്ങനെ ചവക്കുക. അതന്നെ അള്ളാഹു കാത്ത് തോമ്പറന്നതിന് പുറമെയാണ് ഇപ്പൊ ഇത്. ഇവിടെ ഇപ്പൊ അങ്ങനൊന്നും കാണാനില്ല. ഇവിടെ ഇത് തറാവിന് ശേഷം ഭക്ഷണം ഒന്നും ഇല്ലല്ലോ, അതങ്ങനെ തന്നെ നിന്നോട്ടെ. ഞാൻ തുടങ്ങണ്ട, തറാവിന് ശേഷമുള്ള ഭക്ഷണം വേണ്ട. ആളുകൾ വേറെ, കാരണം ഈ ലോകത്ത് ഏറ്റവും നശിച്ച പാത്രം, നിറഞ്ഞ പാത്രം അത് വയറാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയലുണ്ട്, ഇന്നൊന്നും കൂടി ദ്വാരക്കട്ടെ, അള്ളാഹു തീറ്റ വർക്കാനുള്ള ഭാഗ്യം തെറ്റേ. എല്ലാരും ആമീൻ പറയില്ല നിനക്ക് ഉറപ്പാണ്. എന്നിട്ട് തന്നെ ഞാൻ വരുന്നത്. എന്നാലും സ്വാലിങ്ങൾ ആമീൻ കൊണ്ട് മറ്റവരും പൊറാട്ട തന്നെ പറഞ്ഞിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് തറാവിക്കൊന്നും ഇൻട്രസ്റ്റ് കിട്ടൂലാന്ന്. ഇവിടെ കുറച്ച് കുറവുണ്ട്. ഇന്നും ഒരാള് മാത്രാണ് തേട്ടിയത്. മറ്റേ ചില സ്ഥലത്തൊക്കെ പോയാലേ അല്ലാഹു അക്ബർ വജത്തുമൊക്കെ കയറിയിട്ടില്ല, തേട്ടല് 2 അങ്ങനെ ഒരു 20 റക്അത്തിനിടയിൽ 50 തേട്ടലൊക്കെ. കാരണം എന്താ അറിയോ, നന്നായിട്ട് പൊത്തി കഴുത്തിനെ ഉറപ്പിച്ചിട്ട് പഴയ പള്ളിന്റെ മേറാബ് വരി വയറൊക്കെ ഉറപ്പിച്ചിട്ട് കണ്ട് വരികയാണ്. എന്നിട്ട് ആ തറാവിക്ക് ഈ പജി ചീർണമായി തന്നെ പണി. തമാശാക്കല്ല. ഈ കണ്ണൂർ ഒരു ചങ്ങായി തറാവില് സുജൂദിനായപ്പോ 2 അണ്ടിപ്പരിപ്പ മൂപ്പ് കൂടി പുറത്തു പോകുന്നുണ്ട്. കാരണം എന്താ, പായസം കണ്ട് ഒലിമ്പി ആണ്ട് മോൾക്കോട്ട് അണ്ടിപ്പരിപ്പ് താഴണില്ല, പൊന്തിക്കാണ്. അങ്ങനെ ചെയ്യരുത്. നമ്മള് നിനക്കൊരു ബ്രേക്ക് ഇടൽ വേണം. നമ്മള് മനസ്സിലാക്കിയെന്താരോ, പകൽ സമയത്ത് ഇങ്ങനെ നഷ്ടപ്പെട്ടതും അള്ളഹാനോട് ഇങ്ങനെ പക തീർക്കുക മഗ്‌രിബായിട്ട് കാണിച്ചു തരാന്നാണ് പഠിച്ചവനോട് പറഞ്ഞു. മഗ്‌രിബ് അങ്ങോട്ട് ബാങ്ക് കൊടുത്താല് എന്തൊക്കെയാണ് തിന്നണെന്നൊരു അഡ്രസ്സും ഇല്ല. നാളുണ്ട് ഒരാള് പൊറാട്ടന്റെ ഉള്ളില് ബത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സമയം നോക്കണം, നോമ്പറക്കി. ഈ മൈദയും ബത്തക്കും ബന്ധമൊന്നുമില്ലല്ലോ. ആ ചോദിച്ച പറഞ്ഞ ഇത് കഴിഞ്ഞ ആരെങ്കിലും എടുക്കുമെന്ന് പേടിച്ചിട്ടാണ്. ഇങ്ങനെ ചെയ്യരുത്. നമ്മള് കുറച്ച് തിന്ന, മെല്ലെ തിന്ന. ഇങ്ങക്ക് തന്നെ തിന്നാലോ, അതന്നെ ചവച്ച് തിന്ന. ഈ കാലിലുള്ള വയറ്റൊക്കെ ഉണ്ടല്ലോ, കുടുക്കിക്ക് വെള്ളമൊക്കെ അറ്റാക്ക് വരും. അതുകൊണ്ടൊക്കെ അവിടെ സാധനം ഉണ്ടല്ലോ, ഇങ്ങക്ക് തന്നെ ഒന്നൂടെ മെല്ലെ അത് എടുക്കുക. തൊള്ളയിലെ ബിസ്മില്ലാ മറക്കരുത്. കാരണം പല ഭക്ഷണത്തിലും പോയസമുള്ളതാണ്. നമ്മൾ എങ്ങനെ കഴുകി വൃത്തിയാലും പോയസം ഭക്ഷണത്തിലുണ്ടാവും. ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പൊ നല്ലാന്ന് വിചാരിച്ചിക്കണം. ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്ന ഇപ്പൊ എത്ത പറഞ്ഞിട്ടാ വാങ്ങണം, തിന്നണം. ഫ്രഷ് ഫ്രൂട്ട്സ് ഒന്നും ഇപ്പൊ എവിടുന്നും കിട്ടൂല. എവിടുന്ന കിട്ടുക? നമ്മളെന്നെ ഉണ്ടാക്കേണ്ടിവരും, അല്ല കിട്ടൂല. അപ്പൊ ഏതായാലും ഈ സാധനങ്ങളൊക്കെയാണ് തിന്നുന്നത്. എന്നാ ബിസ്മില്ലാ മറക്കരുത്. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്, എല്ലാത്തിലും വിഷമുണ്ട്. ആ വിഷത്തിനെ തടുക്കുന്ന മറുമരുന്ന് അള്ളാഹുവിന്റെ ഇസ്മാണ് എന്ന് പരിശുദ്ധ റസൂൽ. ഇതൊക്കെ അള്ളാഹിന്റെ പണിയല്ലേ. മൂസാ നബി ഇസ്ലാമിന് കലുഷ തലവേദന. മൂസാ നബി അള്ളഹാനോട് പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞു, തലവേദന ആയിട്ട് വെറുതെ അടങ്ങറായി കിടക്കണ്ട. തൂരിസിന മലന്റെ ഇമാം റാസി റഹ്മത്തുള്ള ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പോയാല് ഇന്നാലിന്ന ചെടിയുണ്ട്, അത് പറിച്ചിട്ട് അതിന്റെ ഇല ഒന്ന് കടിച്ചെന്നാ മതി, മാറിക്കോളും എന്നാണ്. മൂസാ നബി അവിടെ പോയിട്ട് ആ പറഞ്ഞ ഇല കടിച്ചെന്നപ്പോഴേക്ക് തലവേദനയാണ് പമ്പടന്നു. പിന്നെ ഈ തലവേദന വന്നു. അപ്പൊ മൂസാ നബി എന്ത് ചെയ്ത്, അള്ളാഹു തആല കാണിച്ചെന്നൊരു മരുന്നുണ്ടാവുള്ളവർക്ക് മലന്റെ അടി കൂടി. അവിടുന്ന് ആ മരുന്നൊക്കെ കൂടി പറിച്ചിട്ട് തിന്നപ്പോ തലവേദന കൂടുകയും ചെയ്തു. മൂസാ നബി വല്ലാത്തൊരു അത്ഭുതമായി. പടച്ചോനെ, നേരത്തെ ഉള്ളതിനേക്കാളും തലവേദന ഇപ്പൊ കൂടി. ഇലയാണെങ്കിലും അതന്നെ തെറ്റിയിട്ടൊന്നുമില്ല, ഞാൻ പറിച്ച് തിന്നും ചെയ്തിട്ടുണ്ട് പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞു, നേരത്തെ നിങ്ങൾ പോയത് ഞാൻ പറഞ്ഞിട്ട് ഇന്നെ തവക്കുലാക്കിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ പോയത് മരുന്ന് മാറ്റുമെന്ന് കരുതിയിട്ടാണ്. മരുന്നിനൊന്നും സ്വയം തഹ്സീറില്ല മൂസാ നബിയെ. നമ്മളെ പരിപാടിയാണ്, നമ്മൾ പറഞ്ഞിട്ട് പോയിന്നോ ഓക്കെയാണ്.
അപ്പൊ അള്ളാന്റെ പരിപാടി ഇപ്പൊ വിഷമുള്ള തന്നെയാണ് എല്ലാരും കഴിക്കണത്. ചിലവർക്ക് ക്യാൻസർ വരുന്നത്, ചിലവർക്ക് കിഡ്നി പോണ്, മരിക്കണ്. എന്നാ അതേ ഭക്ഷണം അതിനേക്കാളും കഴിച്ച ഒരാളുകൾക്ക് ചിലപ്പോൾ പ്രശ്നമില്ല. അത് തിന്നുന്ന സമയത്ത് വലിയ ബിസ്മിന്റെ ആ ഒരു പവറാണത്. ബിസ്മി വല്ലാത്തൊരു മരുന്നാണ്. ആ ബിസ്മി എല്ലിയിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുക, വെറുതെ പാത്രത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അത് എണ്ണി വെക്കുക, പൊറാട്ട ഒന്ന് കുടഞ്ഞു വെക്കുക, വാങ്ങിക്കൊടുക്കാൻ 10 മിനിറ്റ് ഉണ്ട്. എന്നിട്ട് പിന്നെ അതിന്റെ ഉള്ളിൽ കൂടി സമൂസമ്മക്ക് ഒന്ന് തുറച്ചു നോക്കുക. എന്താ ഇപ്പൊ ഇതിന്റെ ഒന്ന് മര്യാദക്ക് ഇരുന്നോടെ നോമ്പർക്ക് പാല് നിങ്ങൾക്ക് തന്നെയല്ലേ ഇപ്പൊ ആ കൊടുന്ന് വെച്ചിക്കണെന്ന്. പിന്നെ ചിലവർക്കൊരു വിചാരമുണ്ട് ഈ കൊടുന്ന് വെച്ച മുഴുവൻ തിന്നാൻ കൊടുന്നാണ്, ഫുള്ളായിട്ട് അങ്ങോട്ട് തിന്ന. അങ്ങനെ ചെയ്യരുത്. വയറിന് 3 അറയാണ്. 3 അറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബാക്കളെയും പരിശോധിക്കാൻ ഒരു വിശുദ്ധരൻ മദീനയിലേക്ക് വന്നത് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ എത്രേ കാലം നിന്നിട്ടും സഹാബാക്കൾക്ക് സോക്കണമൊന്നുമില്ല. അറ്റാക്ക് കുടിച്ച് മരിച്ച സാബിന്റെ പേര് നിങ്ങൾക്ക് ഇല്ല. ഒരൊറ്റ സാബിക്കും ക്യാൻസർ ഉണ്ടായിട്ടില്ല, ഒറ്റ സാബി ആത്മഹത്യ ചെയ്തിട്ടില്ല, ഒറ്റ സാബിക്കും ഷുഗർ ഉണ്ടായിട്ടില്ല, ഒറ്റ സാബിക്കും ബ്ലോക്ക് ഉണ്ടായിട്ടില്ല, ഒറ്റ സഹാബിക്കും കിഡ്നി പോയിട്ടില്ല. അവർക്കല്ലേ അതൊക്കെ പോണ്ടത്? നമ്മളെ വരിഞ്ഞു മുറുക്കിയ രോഗങ്ങളിൽ ഒന്നും മദീനയിൽ ഉണ്ടായിട്ടില്ല. കാരണം എന്താ? പ്രധാനപ്പെട്ട കാരണം വയറിൽ അള്ളാന്റെ റസൂലിന്റെ തിയറിയാണ്. ഒരു അറ ഭക്ഷണം, 3 അറയുടെ ഇപ്പൊ ഓരോരുത്തർ തൊട്ടുനോക്കണുണ്ടല്ലോ വേറെ എത്ര അറയുടെ. ഇതിങ്ങനെ ചുളിഞ്ഞതല്ല അറട്ട, അത് കണക്കൂട്ടുണ്ട്. 1, 2 അങ്ങനെയാണ് 10 എണ്ണൊക്കെ ഉണ്ടാവും. അതല്ല, വയറിന് 3 അറ ഉണ്ട്. ഒരറയില് ഭക്ഷണം, മറ്റൊരറയില് വെള്ളം, വേറൊരറ അത് ഒഴിഞ്ഞു കിടന്നാൽ ആയുസ് കൂടും. അപ്പൊ ഈ വൈദ്യരിൽ ആശ റസൂലുള്ളാഹിനോട് ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഇവിടെ ഒന്നും അസുഖമൊന്നുമില്ല, എന്താണ് ഇതിന്റെ അത്ഭുതം എന്ന് വെച്ചാൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷണത്തിന്റെ ഒരു ക്രമീകരണം ഉണ്ട്. ഒരറയിൽ ഭക്ഷണം, മറ്റൊരറയിൽ വെള്ളം, വേറൊരറ ശ്വാസം വിടാൻ വേണ്ടി മാറ്റിവെച്ച് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ഹദീസ് എത്ര ഡോക്ടർമാരാ അവര് ഹദീസ് കണ്ടിട്ടാണോ അല്ലേന്ന് എനിക്കറിയില്ല. അവർക്കൊരു പുസ്തകം വായിച്ചപ്പോ ഡോക്ടർ എഴുതിയിട്ടുണ്ട്, മനുഷ്യന്റെ വയറിന് 3 അറയുണ്ട്. ഒരറയിൽ ഭക്ഷണം, മറ്റൊരറയിൽ വെള്ളം, വേറൊരറ അവന്റെ ആയാസത്തിന് വേണ്ടി മാറ്റി വെക്കണം. ഹദീസൊന്നും ഉദ്ധരിച്ചിട്ടില്ല. പക്ഷെ ഞാനപ്പം മദീനത്തേക്ക് തിരിഞ്ഞിട്ട് സദഖ്ത യാ റസൂലല്ലാഹ്, ഇതൊക്കെ ആദ്യം പറഞ്ഞേ നമ്മളാളാണ്, ആദ്യം ഇതൊക്കെ പറഞ്ഞേ നമ്മളാളാണ്. അപ്പൊ അതുകൊണ്ട് ഭക്ഷണ സമയത്ത് വളരെ മര്യാദയിൽ കഴിക്കുക. അതോടുകൂടി തഹജ്ജുദിന്റെ കാര്യം എല്ലാവരും ഓർക്കും ചെയ്യാം. രാത്രി ഏതായാലും അത്താഴത്തിന് വേണ്ടി എണീറ്റല്ലോ, ഇനി ഒരു ഒളു കൊടുക്കുക, 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക. 2 റക്അത്ത്, അതിലൊരു വജ്ജത്തൊക്കെ ഓതി, ഔദും ബിസ്മിയൊക്കെ ചൊല്ലി, ഫാത്തിഹയ്ക്ക് ശേഷം നിങ്ങൾക്ക് അറിയണ ഒരു സൂറത്തൊക്കെ ഓതി, എന്നിട്ട് നിസ്കരിക്കുക. സുജൂദിന്ന് പെട്ടെന്ന് നീക്കണ്ടാന്ന്. അത് ഞാൻ പോയി എന്റെ സുജൂദ് ഞാൻ ഒറ്റ നിസ്കരിക്കാനെങ്കിൽ ദീർഘമായ സുജൂദ് ചെയ്യുന്ന ആളാണ്. പിന്നെ നിങ്ങൾ കച്ചവടക്കാരും മറ്റു കുറെ ആൾക്കാർ തിരക്കുള്ളവരും അവരുടെ ഇടയിൽ ഞാൻ സുജൂദ് ദീർഘിപ്പിച്ചാൽ ചിലപ്പോൾ അവിടെ നിന്നിട്ട് മയ്യത്ത് തോണ്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ എല്ലാം നിങ്ങളും കൂടി, കാരണം ഒരു ഇമാം മമ്മിങ്ങൾ പരിഗണിക്കണ മസലയാണ്. അതുകൊണ്ടാണ്. അപ്പൊ ഒറ്റ നിസ്കരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ. കുറച്ചു നേരം കിടന്നോളി, ഉറങ്ങാനല്ല, കിടന്നുങ്ങാണ്ട് ആ സുജൂദിൽ അങ്ങോട്ട് ചെല്ലി പറയാൻ. മലയാളത്തിൽ ഓർക്കണ്ട, ആർക്കെങ്കിലും അറിയാത്തുണ്ടോ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന? അതില് ദുന്യാവും ആഖിറവും മൊത്തമുണ്ട്. ഒരിക്കലും ഒരു സഹാബി ഒഴിഞ്ഞിരുന്നിട്ട് പറയുകയാണ്, ദുആയാണ്, അല്ലാഹ് ദുനിയാവിൽ ഏത് പരീക്ഷണത്തിന്റെ പോർക്കളത്തിൽ എന്നെ ഇട്ടേച്ച് പോയാലും, എനിക്ക് എന്ത് രോഗങ്ങൾ തന്നാലും, ഏത് ദുരിതങ്ങളിൽ ബന്ധപ്പെട്ടാലും, ദുരന്തങ്ങൾ വഹിക്കേണ്ടി വന്നാലും ഞാനത് ക്ഷമിക്കാൻ തയ്യാറാ. എന്റെ ദുനിയാവ് പരാജയപ്പെടുത്തിയാലും പരീക്ഷണത്തിൽ പെടുത്തിയാലും പരലോകത്തെ പ്രതാപം എനിക്ക് നഷ്ടപ്പെടുത്തല്ല അല്ലാഹ്. മനസ്സുരുകിയിട്ട് ഈ സ്വഹാബി ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ അത് കേട്ടുകൊണ്ട് അവിടേക്ക് കയറി വരുന്നു. ഹൃദയത്തിന്റെ വിത്തേ, ജീവിതത്തിന്റെ സ്വത്തേ, മാരിഫത്തിന്റെ വിത്തേ, വിശ്വാസത്തിന്റെ അസ്തിത്വമേ, പ്രപഞ്ചത്തിന്റെ പ്രാരംഭമേ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം അവിടെ വരികയാണ്. ദ്വാരക്കണ സഹാബിനോട് ലാ തഖുൽ ഹക്കദാ, അങ്ങനെ ദ്വാരക്കരുതെന്ന് പറഞ്ഞു. ദുന്യാവിൽ നീ പരാജയപ്പെടുത്തിയാലും പരീക്ഷണം നൽകിയാലും എനിക്ക് പ്രശ്നമില്ലാന്ന. അത് അള്ളാഹ് അങ്ങോട്ട് പരീക്ഷണം നൽകി വെക്കണം, അപ്പോഴേ അറിയുള്ളൂ. അങ്ങനെ ദ്വാരക്കരുതെന്ന്. എന്നിട്ട് റസൂലുള്ള അവിടെ ഇരുന്നിട്ട് ആ സ്വഹാബിക്ക് പറഞ്ഞെടുത്ത്, എനിക്ക് ദുന്യാവ് ആഖിറും മെച്ചപ്പെടണോ, ഇസ്സത്തിലാവണോ, രക്ഷപ്പെടണോ, എന്നാ ഈ ദുആ അങ്ങോട്ട് നിലനിർത്തിക്കോ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഇത് സുജൂദിൽ കിടന്നിട്ടാണ് തോരുന്നോളി, റബ്ബന ളലംനാ തോരുന്നോളി. അങ്ങനെ അറിയുന്ന ഒരുപാട് ദുആല്ലേ, അത് ചെയ്താൽ മതിയല്ലോ. എന്നിട്ടൊന്ന് നെറ്റെടുത്ത് നോക്കാന്, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ലോഡ് ഇറങ്ങി പോയാൽ മതി. രാത്രി നിസ്കാരം ഭയങ്കര ആനന്ദാണ്.
പെട്ടെന്ന് എഫക്ട് ചെയ്യും. സ്വാലിഹാമന് എളുപ്പമാണ് അത്. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ഒന്ന് രാത്രി ഏതായാലും എണീക്കുന്നുണ്ട്, ഇനി തിന്ന് പിന്നെ നമ്മള് നെയ്യത്ത് ഇപ്പൊ നിങ്ങള് വെച്ചല്ലോ അല്ലേ? വെച്ചോ? നീയത്ത് വെച്ചോ? ഉറപ്പന്നല്ലേ? പല പള്ളിയിൽ എങ്ങനെ പരിപാടി തരങ്ങള് ആൾക്കാരെങ്ങനെ അശ്രദ്ധയിലിരിക്കണ്ട. ഇമാമേൻ്റെ നവൈത്തു നവൈത്തു സമാദിൻ സമാദിൻ അന്നതായി നിങ്ങൾക്ക് അന്നതായി നമുക്കും അന്നതായി നീയത്ത് നവൈത്തു നവൈത്തു സമാദിൻ ആയിക്കോട്ടെ മൂല്യർ ആർക്കാ മുടക്ക് സമാദിൻ ഇങ്ങനെ നീയത്തുണ്ടായി നീയത്തല്ല. ഇന്ന് ആവുകൊണ്ട് ഇങ്ങനെ അന്നതായി അന്നതായി എന്ന് പറഞ്ഞ് ഇങ്ങനെ അന്നതായി എന്നാണ് പറയുന്നത്. പക്ഷെ ചിലവർ അന്നതായി അത് ഉള്ളുന്നാണ്. നീ മറ്റേ സുന്നത്താണ്, നാവുകൊണ്ട് പറയൽ സുന്നത്താണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അന്നുത്തൊക്കെ ബില്ലിസാൻ യുസന്നു യുസന്നു എന്നാണ്, സുന്നത്താണ്. ഉജൂബുള്ളത് കൽബെന്ന് കൊടുക്കലാണ്. അതല്ല എന്റെ നെയ്യത്ത് ഞങ്ങൾക്ക് ഏലിയ വാലയം പറഞ്ഞിട്ട് പറഞ്ഞ രൂപത്തിലല്ല. ഞാൻ നെയ്യത്ത് വെക്കുക, ഞാൻ അതാണ് മുറിച്ച് വെക്കുക. സമാധി അന്നതായി. അപ്പൊ നിങ്ങൾ കൂടെ അങ്ങനെ വരുന്നുണ്ട്, നിങ്ങൾ മനസ്സിൽ വെച്ചാൽ നീയത്താവും. എന്നാ നീയത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി ഭക്ഷണം വല്ലതും കഴിച്ചാൽ പുതുക്കൽ സുന്നത്താണ്. അപ്പൊ അത്താഴത്തിന് എണീച്ചാൽ ഒന്നും കൂടി ഒന്ന് പുതുക്കിക്കാളി. എന്തത്ര നീയത്തൊക്കെ പണിയിട്ട് എത്ര പ്രയാസം ഉണ്ടോ? കുറച്ചാണ് നീയത്തൊക്കെ അത്ര പ്രയാസം ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടാത്ത പ്രയാസം ഉണ്ടോ? എന്നാ പിന്നെ അത്താഴത്തിന് എണീച്ചാൽ ഒന്നും കൂടി നീയത്ത് വെച്ചാല് നല്ല സുന്നത്തല്ലേ? ഇതിമ്മ മാത്രം ഒതുങ്ങണ്ട. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ തഹജ്ജുദിന്റെ കാര്യം അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആരാണ് പാതിരാവിൽ എണീറ്റ് കൊണ്ട് നിസ്കരിച്ചത് അവരങ്ങ് സ്വർഗത്തിലേക്ക് പോകട്ടെ. മഹ്ശറിലെ വിളിയാളം മുഴങ്ങുന്ന സമയത്ത് പ്രകാശമയമായ മുഖത്തോടെ ഉന്നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. ആ പ്രകാശ ജ്വാലയിൽ പതറാതെ പോകുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ഈ സൂഫി നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ സമയത്ത് മരപ്പൊത്തുനിന്ന് കിളിയുടെ ശബ്ദം കേട്ടു. അതില് ഖിയാമില് നിൽക്കണ ഈ സൂഫി തല കറങ്ങിയിട്ടാണ് വേണ്ടിയിരുന്നു. ബോധം തെളിഞ്ഞപ്പോൾ പറഞ്ഞു, മനുഷ്യനായ ബുദ്ധിയുള്ള വിവേകശാലി എന്ന് അവകാശപ്പെടുന്ന മുഅ്മിനെന്ന് കൊട്ടിഘോഷിക്കുന്ന ഞാൻ ഇന്നലെ രാത്രിയിൽ കിടന്നപ്പോൾ എന്നെ ഉറക്കിയത് നീയല്ലേ, ഉണർത്തിയതും നീയല്ലേ. എന്നാൽ ബുദ്ധിയുള്ള ഞാൻ എണീറ്റിനക്ക് സുജൂദ് ചെയ്യുന്നതിന്റെ മുമ്പേ വീടിന്റെ തൊട്ടടുത്തുള്ള മരപ്പൊത്തിൽ പാർക്കുന്ന ബുദ്ധിയില്ലാത്ത പക്ഷി ദിക്ർ ചെല്ലാൻ തുടങ്ങിയല്ലോ. ഈ രാത്രിയിൽ ആ പക്ഷി ബുദ്ധിയുള്ള മനുഷ്യനായ എന്നെ ഓവർടേക്ക് ചെയ്തല്ലോ. അല്ലാ, ഞാൻ എന്തൊരു നന്ദി കെട്ടവന്. എല്ലാ പക്ഷികളും ഉണരും, കൂട്ടിലെ കോഴിക്കളൊക്കെ ഉണരും. പക്ഷെ അന്നം കഴിച്ച് ഉറങ്ങിയ മനുഷ്യനെ ഉണർന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാനെ പേടിച്ചാൽ മാത്രം പോരാ, അള്ളാനെ സ്നേഹിക്കാനും അറിയണം. നരകത്തെ പേടിക്കുന്ന അള്ളാനെ പേടിക്കുന്ന ആളുകൾ സുബഹിസ്കരിക്കും. കാരണം കള്ളാ ആയാൽ നരകത്തിലിടും. കള്ളാ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഒരു വഖത്ത് നിസ്കാരം കള്ളാക്കിയാൽ 80 കൊല്ലാണ് നരകത്തിലിടുക. ഇവിടുത്തെ 80 കൊല്ലല്ല കേട്ടോ. അവിടെ അതിന് സൂര്യനും വേണ്ട, ഗോളശാസ്ത്രം അവിടെ ഇല്ലല്ലോ. അവിടെ സൂര്യനും നമ്മൾ വിചാരിച്ച പോലത്തെ പ്രകാശം ലായറവന ഫിഹ ശംസം വലാ സംഹരീറ. അപ്പൊ 80 കൊല്ലം എന്ന് പറഞ്ഞാല് നമുക്കൊന്നും ഭാവന ചെയ്യാൻ പറ്റൂല. അത്രയും ദീർഘമായ കാലം എന്നാ അതിന്റെ അർത്ഥം. ഒറ്റ വക്കത്ത് കളാക്കിയാല്, ഒഴിവാക്കിയാലല്ല കളാക്കിയാല്. സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മത്തിന്റെ തലേന്ന് ഈ ഗൗരവമൊക്കെ പോയൊരു സമാനല്ല നമ്മളുള്ളത്. ഇതൊന്നും ഇപ്പൊ ഉമ്മത്തിന് പറഞ്ഞാൽ കേറൂല. എത്ര ആൾ കല്യാണത്തിന്റെ പേരിൽ, യാത്രയുടെ പേരിലൊക്കെ നിസ്കാരം ഒഴിവാക്കാൻ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഫർള് നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അതോടുകൂടി ഇത്തരം സുന്നത്തുകളിൽ ജീവിതത്തിൽ കാർക്കശ്യം പുലർത്തിയാൽ ഈമാനോടെ നല്ല സമയത്ത് ചിരിച്ച് ഉറക്ക ദിക്ർ ചൊല്ലി മരിക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തഹജ്ജുദ് നിലനിർത്താനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പടച്ചോനെ, പറഞ്ഞവും കേട്ടൊക്കെ നീ കബൂലാക്കണേ അല്ലാ. തെറ്റുകൾ പുറത്തേരണേ അല്ലാ. ഞങ്ങൾ സിയാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ പലരും പല പ്രയാസത്തിലാണ്, നീ മാറ്റിത്തരണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم. ഇന്ന് നമ്മള് വയലിന്ന് ബാവ എന്ന് പേരുള്ള സുഹൃത്ത് ആ പരിസരത്ത് വഫാത്തായിട്ടുണ്ട്. ഇവിടെ കടയിലല്ലേ പള്ളിയിലെ എപ്പോഴും ഉണ്ടായിരുന്ന ആൾ അവിടെ ബിസിനസ്സുകാരനാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, വിശാലായി കൊടുക്കട്ടെ. എന്തെങ്കിലും പോരായ്മ മനുഷ്യൻ എന്ന ചാപല്യത്തിന് വിധേയനായി സംഭവിച്ചുവെങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പായി കൊടുക്കട്ടെ. രോഗികളെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. അർഹമുർറാഹിമീനായ അല്ലാഹ്, പാവങ്ങളായ അടിയങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളുടെ ഹിമാലയങ്ങൾ നീ തകർത്ത് തരിപ്പണമാക്കി സ്ഫടിക സമാന സുന്ദരമാക്കി ഞങ്ങളെ ഹൃദയത്തെ നീ പരിശുദ്ധമാക്കണേ അല്ലാഹ്. ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, ഹിർസ്, ഉജ്ബ്, അദാവത്ത്, ശഹ്വത്ത്, വിദ്അത്ത്, ഖവാത്തിറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ശരീരങ്ങളെ അറ്റാക്ക്, ക്യാൻസർ, കിഡ്നി വീക്ക്, സ്ട്രോക്ക്, പന്നിപ്പനി, പക്ഷിപ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, കൊറോണ, ഒമിക്രോൺ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. 2 കിഡ്നിയും നഷ്ടപ്പെട്ട് മരണത്തിന്റെ ഡേറ്റ് കലണ്ടറിൽ നോക്കി നെടുവീർപ്പെട്ട് കഴിയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഇന്നലെയും പറഞ്ഞിരുന്നു അല്ലാഹ്. സലാമത്തിന്റെ ബാബ് തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ബോധമില്ലാതെ ഭാര്യ കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ് കണ്ണിൽ വെള്ളം നിറച്ച് ദുആക്ക് പ്രേരിപ്പിച്ചിരുന്നവർക്ക് എന്താണോ സലാമത്തെങ്കിൽ ആ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാര്, സന്താനങ്ങൾ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർ, പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിച്ചവർ, ഈ നാട്ടുകാർ, പുറം നാട്ടുകാർ, ഇവിടെ വരുന്നവർ, ഞങ്ങളുടെ കുടുംബക്കാർ, എല്ലാവരെയും പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, അതിന്റെ ലക്ഷണങ്ങളിൽ നിന്ന്, സാധ്യതാ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ക്യാൻസറിന്റെ വ്രണവുമായി നോമ്പ് നോൽക്കാനും തുറക്കുന്ന ഭക്ഷണം പങ്കെടുത്ത് കഴിക്കാനും കഴിയാതെ വേദന കൊണ്ട് പൊളയുന്ന ചെറുപ്പക്കാരടക്കമുണ്ട്. നീ ശിഫാ നൽകണേ അല്ലാഹ്. കടം കൊണ്ട് വലഞ്ഞവരെ സലാമത്താക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ട്, നീ വിജയം കൊടുക്കണേ അല്ലാഹ്. പരീക്ഷണത്തിൽ അകപ്പെട്ടവരുണ്ട്, സലാമത്താക്കണേ അല്ലാഹ്. കടത്തിൽ കുടുങ്ങിയവരുണ്ട്, മോചനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞ് ഈ റമദാൻ അനുകൂലമാക്കി നാളെ സ്വർഗത്തിൽ പ്രകാശമയമായ അവസ്ഥയിൽ സ്പീഡിലായി സിറാത്ത് വാലം വിട്ട് കടക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. മനസ്സിന് സമാധാനം നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. തുമഅനീനത്ത് നൽകണേ അല്ലാഹ്. ശരീരത്തിന് ഖുവ്വത്ത്, സിഹത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, കച്ചവടക്കാരുണ്ട്, ബർക്കത്ത് ചെയ്യണേ റബ്ബേ. കൂലിപ്പണിക്കാരുണ്ട്, അധ്വാനത്തിലും വിയർപ്പിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. ദീനിന് താങ്ങും തണലുമായവരുണ്ട്, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഖുർആൻ ക്ലാസ്സിന്
അസറിന് സുബഹിക്കും തറാവീഹിന് നിന്നെ പഠിക്കാൻ, നിന്റെ ഹബീബിനെ കേൾക്കാൻ, ജീവിതത്തിൽ പകർത്താവുന്ന മസലകളും അമലുകളും കേട്ട് നടപ്പിലാക്കാൻ വരുന്ന എല്ലാവർക്കും നീ ഇരുലോകത്തും ഇസ്സത്ത് നൽകണേ അല്ലാ. കത്തിയാളുന്ന നരകീയ ജ്വാലയിൽ വിറകുകളാക്കല്ല അല്ലാ. നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ തീറ്റിപ്പോറ്റി നോക്കി വളർത്തിയ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ്. അല്ലാഹുവേ, അവരുടെ അവസ്ഥ എന്താന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവേ, ഏതെങ്കിലും കാരണത്താൽ ഒരു ചെറിയ അദാബെങ്കിലും അവരുടെ ഖബറിലുണ്ടെങ്കിൽ നിന്റെ മഹലായ ഫദ്ല് കൊണ്ട് സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. ഈ മഹലിൽ ഖാദിയായിരുന്ന മരക്കാർ ഉസ്താദ്, ഈ പ്രദേശത്തിന് നാമധേയം നൽകിയ ഷെയ്ഖ് സിറാജുദ്ദീൻ തങ്ങൾ, തൊട്ടടുത്ത് കിടക്കുന്ന അബ്ദുറഹ്മാനുൻ നഖ്ശബന്ദി, ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് മഹാന്മാരെ മഹദികൾക്ക് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ സവാബ് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന, ഞങ്ങളോട് ബന്ധപ്പെട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കിടക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിനും വിതരണം ചെയ്ത് അവരുടെ ഖബറുകൾ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എപ്പോഴാണ് കടന്നു കൊടുക്കേണ്ടത് എന്നറിയില്ല, എപ്പോഴാണ് താട കെട്ടുക എന്നറിയില്ല, എപ്പോഴാണ് മറ്റുള്ളവർ കണ്ണ് അടച്ചു പൂട്ടുക എന്നറിയില്ല. ഇന്ന് ഞങ്ങളുണ്ട്, നാളെ ഞങ്ങളില്ല. ഞങ്ങളെ യാത്ര നീ ഹൈറാക്കി തരണേ അല്ലാ. ഇനി മരിക്കാനുള്ള പട്ടികയിൽ ഞങ്ങളാണുള്ള ഉൾപ്പെട്ടിട്ടുള്ളത്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകുകയും അവസാനം നല്ല ദിവസത്തിൽ നല്ല സമയത്ത് നല്ലത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ ഈമാനോടെ സ്വർഗം കാണിച്ച് മരിപ്പിക്കണേ അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم وآله وصحبه أجمعين. أشهد أن لا إله إلا الله وأستغفر الله. أسألك الجنة وأعوذ بك من النار.